മതപരമായ ദാനങ്ങൾ, സ്വത്തവകാശം, ഭരണം എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ രൂപപ്പെടുത്തുന്ന വഖഫ് നിയമം എല്ലായ്പ്പോഴും ഇന്ത്യയിൽ തീവ്രമായ ചർച്ചയ്ക്ക് വിഷയമാണ്. എന്നിരുന്നാലും 2025 അവതരിപ്പിച്ച സമീപകാല ഭേദഗതികൾ വിവാദത്തിന് തിരികൊളുത്തി. അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ നിയമത്തിൽ കൃത്യമായി എന്താണ് മാറിയത്? എന്തുകൊണ്ടാണ് BJP സർക്കാർ ഈ പരിഷ്കാരങ്ങൾക്കായി വാദിക്കുന്നത്? ഏറ്റവും പ്രധാനമായി, ഈ ഭേദഗതികൾക്ക് പിന്നിൽ ഒരു മറഞ്ഞിരിക്കുന്ന അജണ്ടയുണ്ടോ? ഈ വീഡിയോയിൽ ഞങ്ങൾ വഖഫ് നിയമത്തെ തകർക്കുന്നുണ്ട്. അതിൻ്റെ ഉത്ഭവം, പ്രധാന വ്യവസ്ഥകൾ, കാലക്രമേണ അതെങ്ങനെ വികസിച്ചു, കമ്മ്യൂണിറ്റികൾ, ഭൂവുടമസ്ഥ, ഭരണം എന്നിവയിൽ അവയുടെ സ്വാധീനം വിശകലനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പുതിയ മാറ്റങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. നിയമപരമായ വശങ്ങൾക്കപ്പുറം ഈ ഭേദഗതികളെ നയിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളും ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നുണ്ട്. ഇത് അധികാരം ഉറപ്പിക്കാനുള്ള നീക്കമാണോ? മുൻകാല വിമർശനങ്ങൾക്കുള്ള മറുപടിയാണോ? അതോ മതസ്ഥാപനങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനത്തിലെ മാറ്റമാണോ? ഈ നിർണായക വിഷയത്തിൽ ഞങ്ങൾ വസ്തുതകൾ കണ്ടെത്തുകയും വിവരണങ്ങൾ ഡീകോഡ് ചെയ്യുകയും പക്ഷപാതരഹിതമായ ഒരു വീക്ഷണം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കൂ. ഈ വീഡിയോയുടെ അവസാനത്തോടെ എന്താണ് അപകടത്തിലായിരിക്കുന്നതെന്നും ഓരോ ഇന്ത്യൻ പൗരനും ഇത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിക്കും. മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്കായി സ്വത്ത് സ്ഥിരമായി സമർപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഇസ്ലാമിക പാരമ്പര്യത്തിലെ സവിശേഷവും പ്രാധാന്യമുള്ളതുമായ ഒരു ആശയമാണ് വഖഫ്. അടിസ്ഥാനപരമായി ഒരു വ്യക്തി വഖഫായി ഒരു സ്വത്ത് ദാനം ചെയ്യുകയോ സമർപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവർ അവരുടെ ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുന്നു. കൂടാതെ സ്വത്ത് അള്ളാഹുവിനുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഒരു സ്വത്ത് വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അവിഭാജ്യമായി തീരുന്നു. അതായത് അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അനന്തരാവകാശമായി നൽകാനോ കഴിയില്ല. അത്തരമൊരു സമർപ്പണത്തിൻ്റെ ഉദ്ദേശം വസ്തുവിൻ്റെ ആനുകൂല്യങ്ങൾ അനിശ്ചിതമായ ഒരു മഹത്തായ ലക്ഷ്യത്തെ സേവിക്കുന്നത് തുടരുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ്. വഖഫിൻ്റെ പിന്നിലെ ആശയം തുടർച്ചയായ ദാനധർമ്മത്തിൻ്റെ തത്വത്തിൽ വേരൂന്നിയതാണ്. ഇത് ഇസ്ലാമിൽ വളരെ അധികം ഊന്നിപ്പറയുന്നു. ഒറ്റത്തവണ ഉപയോഗത്തിനായി പണമോ വിഭവങ്ങളോ ദാനം ചെയ്യുന്നതിന് പകരം വഖഫ് എൻഡോഡ് പ്രോപ്പർട്ടിയുടെ നേട്ടങ്ങൾ ഭാവിയിലേക്കും വ്യാപിക്കുമെന്ന് ഉറപ്പാക്കുന്നു. ഉദാഹരണത്തിന്, ആരെങ്കിലും ഒരു സ്ഥലം മുസ്ലിം, ഒരു സ്കൂൾ, ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു കിണർ എന്നിവയ്ക്കായി സമർപ്പിക്കാം. ഭൂമി തന്നെ സ്പർശിക്കാതെ തുടരുന്നു. അതേസമയം അത് സൃഷ്ടിക്കുന്ന വരുമാനമോ പ്രയോജനമോ സമൂഹത്തെ ശാശ്വതമായി സേവിക്കുന്നു. ചരിത്രപരമായ പല കേസുകളിലും വഖഫ് സ്വത്തുക്കളിൽ കൃഷിഭൂമികൾ, ചന്തസ്ഥലങ്ങൾ, സത്രങ്ങൾ, മറ്റ് വരുമാനം നൽകുന്ന ആസ്തികൾ എന്നിവ ഉൾപ്പെടുന്നു. ലാഭം വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ ഉപയോഗിക്കുന്നു. വഖഫ് സ്വത്തുക്കൾ അവരുടെ ഉദ്ദേശം നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് അവയുടെ മാനേജ്മെൻറ്റ് നിർണായകമാണ്. ഈ വസ്തുക്കളുടെ മേൽനോട്ടം വഹിക്കാൻ മുത്തവല്ലി എന്നറിയപ്പെടുന്ന ഒരു കസ്റ്റോഡിയൻ നിയമിക്കുന്നു. യഥാർത്ഥ ദാതാവിൻ്റെ ആഗ്രഹത്തിന് അനുസൃതമായി സ്വത്ത് പരിപാലിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും മുത്തവല്ലി ഉത്തരവാദിയാണ്. ഇതിനർത്ഥം പ്രോപ്പർട്ടി ഉൽപ്പാദനക്ഷമമായി തുടരുന്നുവെന്നും അതിൻ്റെ ആനുകൂല്യങ്ങൾ നിയുക്ത ഗുണഭോക്താക്കളിൽ എത്തുന്നുവെന്നും അവർ ഉറപ്പാക്കണം. വഖഫിൻ്റെ ഘടനയെ ആശ്രയിച്ച് വരുമാനം ഒരു പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ, വിദ്യാഭ്യാസം, ദരിദ്രർക്കുള്ള സഹായം അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ എന്നിവയിലേക്ക് പോകാം. നൂറ്റാണ്ടുകളായി പല ഇസ്ലാമിക സമൂഹങ്ങളിലും നിർണായക പങ്ക് വഹിച്ച സ്ഥാപനമാണ് വഖഫ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മതസ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ പൊതുക്ഷേമ സംവിധാനങ്ങളുടെ സ്ഥാപനത്തിനും സുസ്ഥിരതയ്ക്കും ഇത് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചില സർവകലാശാലകൾക്കും ആശുപത്രികൾക്കും വഖഫ് വഴിയാണ് ധനസഹായം ലഭിച്ചത്. ശക്തമായ ഇസ്ലാമിക പൈതൃകമുള്ള രാജ്യങ്ങളിൽ വഖഫ് സ്വത്തുകൾ പലപ്പോഴും വിപുലമാണ്. അവയുടെ മാനേജ്മെൻറ്റ് നിയമ ചട്ടക്കൂടുകളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ ശരിയായ ഭരണം ഉറപ്പാക്കാനും ദുരുപയോഗം തടയാനും പ്രത്യേക നിയമങ്ങളിൽ നിയന്ത്രിക്കപ്പെടുന്നു. ഈ ചാരിറ്റബിൾ എൻഡോമെൻറ്റുകൾക്ക് മേൽനോട്ടം വഹിക്കാനും മറ്റു പല രാജ്യങ്ങൾക്കും സമാനമായ നിയന്ത്രണങ്ങളുണ്ട്. ചരിത്രപരമായ വ്യക്തികൾക്ക് ശാശ്വതമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കാനുള്ളൊരു മാർഗമാണ് വഖഫ്. ഒരു സാധാരണ സംഭാവനയിൽ നിന്ന് വ്യത്യസ്തമായി പണമോ ആസ്തിയോ വേഗത്തിൽ ഉപയോഗിച്ചേക്കാം. ആനുകൂല്യങ്ങൾ തുടർച്ചയായതും നിലനിൽക്കുന്നതുമാണെന്ന് വഖഫ് ഉറപ്പാക്കുന്നു. മനുഷ്യരാശിക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ മരണശേഷവും ഒരു വ്യക്തി ആത്മീയ പ്രതിഫലം സമ്പാദിക്കുന്നത് തുടരുന്ന ദാനധർമ്മത്തിലുള്ള ഇസ്ലാമിക വിശ്വാസവുമായി ഇത് യോജിക്കുന്നു. ആധുനിക കാലത്ത് മുസ്ലിം സമുദായങ്ങളിൽ വഖഫ് മനുഷ്യസ്നേഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തുടരുന്നു. സർവകലാശാലകൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് വഖഫ് ഫണ്ടുകളെ അടിസ്ഥാനമാക്കിയാണ്. വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഘടനകൾക്കൊപ്പം ചില വഖഫ് സംവിധാനങ്ങൾ വാണിജ്യ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തി ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. സ്ഥാപനം
സ്വയം നിലനിൽക്കുന്നതും ബാഹ്യ സാമ്പത്തിക പിന്തുണയില്ലാതെ സമൂഹത്തിന് നൽകുന്നത് തുടരുന്നതും ഇത് ഉറപ്പാക്കുന്നു. ആത്യന്തികമായി വഖഫ് എന്നത് സാമ്പത്തികമോ നിയമപരമോ ആയ ഒരു ആശയം മാത്രമല്ല, അത് സാമൂഹിക ഉത്തരവാദിത്വത്തോടും സാമുദായിക ക്ഷേമത്തോടുമുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയെ പ്രതിനിധീകരിക്കുന്നു. വ്യക്തികൾ സമൂഹത്തിന് അർത്ഥപൂർണവും ശാശ്വതവുമായ രീതിയിൽ സംഭാവന നൽകുന്നതിനുള്ള ഒരു മാർഗമാണിത്. അവരുടെ സമ്പത്ത് അവർ പോയിട്ട് വളരെ കാലം കഴിഞ്ഞിട്ടും ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ശ്രദ്ധാപൂർവമായ മാനേജ്മെന്റിലൂടെയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കുന്നതിലൂടെയും വഖഫ് ലോകത്തിലെ പല ഭാഗങ്ങളിലും സാമൂഹികവും സാമ്പത്തികവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഉപകരണമായി നിലകൊള്ളുന്നു. മതപരമോ ജീവകാരുണ്യമോ സാമൂഹിക ക്ഷേമമോ ആയ ആവശ്യങ്ങൾക്കായി ഒരു വ്യക്തി സ്വത്ത് ദാനം ചെയ്യുന്ന ഇസ്ലാമിക നിയമത്തിലെ എൻഡോമെൻറ്റിൻ്റെ ഒരു രൂപമാണ് വഖഫ്. ഉദ്ദേശിച്ച ലക്ഷ്യത്തിനായി അതിൻ്റെ ശാശ്വത ഉപയോഗം ഉറപ്പാക്കുന്നത്. ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കളിൽ മസ്ജിദുകൾ, ദർഗകൾ, ശ്മശാനങ്ങൾ, മദ്രസകൾ, മറ്റ് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അത്തരം വസ്തുക്കളുടെ വലിയ സംഖ്യയും അവയുടെ സാമൂഹിക മത പ്രാധാന്യവും കണക്കിലെടുത്ത് ദുരുപയോഗം, കയ്യേറ്റങ്ങൾ, അനധികൃത ദുരുപയോഗം എന്നിവ തടയുന്നതിന് ഫലപ്രദമായ നിയമ നിയന്ത്രണം അനിവാര്യമാണ്. ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിന് ഘടനാപരവും സ്വകാര്യവുമായ ചട്ടക്കൂട് പ്രദാനം ചെയ്യുന്നതിനായി മുൻ നിയമങ്ങൾക്ക് പകരമായി ഇന്ത്യൻ സർക്കാർ വഖഫ് നിയമം 1995 നടപ്പിലാക്കി. ഈ നിയമം കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വഖഫ് ബോർഡുകൾ സ്ഥാപിച്ചു, അവരുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിവരിച്ചു. ഭരണം ശക്തിപ്പെടുത്തുന്നതിനും റെക്കോർഡ് സൂക്ഷിക്കൽ മെച്ചപ്പെടുത്തുന്നതിനും വഖഫ് ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾ തടയുന്നതിനുമായി വർഷങ്ങളായി വിവിധ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭേദഗതികൾ വഖഫ് ആസ്തികളുടെ മാനേജ്മെൻറ്റിൽ സുതാര്യത, ഉത്തരവാദിത്തം, കാര്യക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. അവർ ഉദ്ദേശിച്ച മതപരവും ജീവകാരുണ്യവുമായ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ വഖഫ് നിയമങ്ങളുടെ പരിണാമം മതപരമായ അവകാശങ്ങൾ ഭരണപരമായ മേൽനോട്ടത്തോടെ സന്തുലിതമാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നിരന്തരമായ ശ്രമങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുകയും സമൂഹ ക്ഷേമത്തിനായി ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്യുന്നു. 1995 വഖഫ് നിയമം ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് നിയന്ത്രിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി നിലവിൽ വന്നു. വഖഫ് എന്നത് ഇസ്ലാമിക നിയമത്തിൻ്റെ ഒരു മതപരമായ ദാനത്തെ സൂചിപ്പിക്കുന്നു. അവിടെ ഒരാൾ മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി ഒരു വസ്തുവോ ആസ്തിയോ സമർപ്പിക്കുന്നു. ഒരു സ്വത്ത് വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. മാത്രമല്ല, അതിൻ്റെ നേട്ടങ്ങൾ സമൂഹത്തെ ശാശ്വതമായി സേവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും 1995 നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് വഖഫ് സ്വത്തുക്കളുടെ കെടുകാര്യസ്ഥതയും അനധികൃത കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വസ്തുക്കളുടെ മികച്ച ഭരണത്തിനും സംരക്ഷണത്തിനും നിയമപരമായ ചട്ടക്കൂട് നൽകാനാണ് നിയമം കൊണ്ടുവന്നത്. സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു നിയമത്തിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന്. ഈ ബോർഡുകൾക്ക് അതത് സംസ്ഥാനങ്ങളിലെ വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടം വഹിക്കാനും നിയന്ത്രിക്കാനുമുള്ള ചുമതല നൽകി. വഖഫ് സ്വത്തുക്കൾ ഉദ്ദേശിച്ച ഉദ്ദേശത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നുണ്ടെന്നും അവ ദുരുപയോഗം ചെയ്യുകയോ നിയമവിരുദ്ധമായി കൈവശം വയ്ക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക പ്രവർത്തനം. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനും രേഖകൾ സൂക്ഷിക്കാനും ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഈ ബോർഡുകൾക്ക് അധികാരമുണ്ട്. സംസ്ഥാനതല ബോർഡുകൾക്ക് പുറമെ സെൻട്രൽ വഖഫ് കൗൺസിൽ രൂപീകരിക്കാനും നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ കൗൺസിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുകയും വഖഫ് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഉപദേശക സമിതിയായി പ്രവർത്തിക്കുകയും ചെയ്യും. നയപരമായ മാർഗനിർദ്ദേശം നൽകുന്നതിലും വിവിധ സംസ്ഥാനങ്ങളിൽ ഉടനീളം വഖഫ് മാനേജ്മെൻറ്റ് രീതികൾ സ്ഥിരതയുള്ളതാണെന്ന് ഉറപ്പാക്കുന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റങ്ങളിൽ നിന്നും മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും കൗൺസിൽ പ്രവർത്തിക്കുന്നു. വഖഫ് നിയമത്തിൻ്റെ മറ്റൊരു പ്രധാന വശം വഖഫ് സ്വത്തുക്കളുടെ നിർബന്ധ രജിസ്ട്രേഷനാണ്. എല്ലാ വഖഫ് സ്വത്തുക്കളും അവയുടെ നിയമപരമായ അംഗീകാരം ഉറപ്പാക്കാൻ ശരിയായ രേഖകളെ രേഖപ്പെടുത്തുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണമെന്ന് നിയമം ആവശ്യപ്പെടുന്നു. ഇത് സുതാര്യത നിലനിർത്താനും അനധികൃത വ്യക്തികളെ ഈ അസറ്റുകളുടെ ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്യുന്നതിനോ ദുരുപയോഗം ചെയ്യുന്നതിനോ തടയുന്നു. രജിസ്ട്രേഷൻ പ്രക്രിയയിൽ വഖഫിൻ്റെ സ്വഭാവം, അതിൻ്റെ ഉദ്ദേശം, അതിലുൾപ്പെടുന്ന ആസ്തികൾ തുടങ്ങിയ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടുന്നു. വഖഫ് സ്വത്തുക്കൾ വഞ്ചനയിൽ നിന്നോ തെറ്റായ മാനേജ്മെൻറ്റിൽ നിന്നോ സംരക്ഷിക്കുന്നതിന് ഈ നടപടി അനിവാര്യമാണ്. വഖഫ് സ്വത്തുക്കൾ അനധികൃത കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളും നിയമത്തിൽ ഉൾപ്പെടുന്നു. മുൻകാലങ്ങളിൽ പല വഖഫ് ഭൂമികളും നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തുകയോ അവ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചതല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്തിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് കയ്യേറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും കൈവശപ്പെടുത്തിയ വസ്തുക്കളെ തിരിച്ചുപിടിക്കാനും നിയമം വഖഫ് ബോർഡുകൾക്ക് അധികാരം നൽകുന്നു.
ഒരു വഖഫ് സ്വത്ത് അനധികൃതമായി കൈവശപ്പെടുത്തിയതായി കണ്ടെത്തിയാൽ ബോർഡിന് ഒഴിപ്പിക്കൽ നോട്ടീസും നൽകാനും ആവശ്യമെങ്കിൽ അനധികൃത താമസക്കാരെ നീക്കം ചെയ്യാൻ നിയമനിർവഹണ ഏജൻസികളുടെ ഇടപെടൽ തേടാനും കഴിയും. മൊത്തത്തിൽ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനായി കൂടുതൽ ഘടനാപരവും സുതാര്യവുമായ സംവിധാനം സൃഷ്ടിക്കുന്നതിനാണ് 1995 വഖഫ് നിയമം കൊണ്ടുവന്നത്. ഈ വസ്തുക്കൾ അവരുടെ ഉദ്ദേശിച്ച മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്ക് ഇടപെടാതെ പ്രവർത്തിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കും. വഖഫ് ബോർഡുകൾ സ്ഥാപിക്കുക, ഒരു ദേശീയ ഉപദേശക സമിതി രൂപീകരിക്കുക, സ്വത്ത് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുക, വഖഫ് ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയിലൂടെ ഈ നിയമം വഖഫ് ആസ്തികളുടെ സംരക്ഷണത്തിനും ശരിയായ വിനിയോഗത്തിനും സമഗ്രമായ നിയമചട്ടക്കൂട് നൽകുന്നു. വഖഫ് സ്വത്തുക്കൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചതുപോലെ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നതായി ഉറപ്പാക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ നിയമം നിർണായക പങ്കുവഹിക്കുന്നു. വഖഫ് ഭേദഗതി ബില്ല് 2013 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാർ ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ ഭരണം, മാനേജ്മെന്റ്, സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ചു. വഖഫ് സ്വത്തുക്കളുടെ അനധികൃത അധിനിവേശം, അവയുടെ നടത്തിപ്പിലെ സുതാര്യതയില്ലായ്മ, അധികാരം വിനിയോഗിക്കുന്നതിൽ വഖഫ് ബോർഡുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബില്ല് ശ്രമിച്ചു. വഖഫ് സ്വത്തുക്കളിലെ കയ്യേറ്റങ്ങൾക്കെതിരെ നേരിട്ട് നടപടിയെടുക്കാൻ വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകിയതാണ് ഭേദഗതി കൊണ്ടുവന്ന സുപ്രധാന മാറ്റങ്ങളിലൊന്ന്. ഭേദഗതിക്ക് മുമ്പ് നിരവധി വഖഫ് സ്വത്തുക്കൾ അനധികൃതമായി കൈവശപ്പെടുത്തിയിരുന്നു. നിയമപരമായ പഴുതുകളും ദുർബലമായ നിർവ്വഹണ സംവിധാനങ്ങളും കാരണം വഖഫ് ബോർഡുകൾ അവ വീണ്ടെടുക്കുന്നതിൽ വെല്ലുവിളികൾ നേരിട്ടു. ഈ ഭേദഗതി നിയമചട്ടക്കൂട് ശക്തിപ്പെടുത്തി. വഖഫ് ബോർഡുകൾക്ക് അനധികൃത കയ്യേറ്റക്കാർക്കെതിരെ കണ്ടെത്താനും നീക്കം ചെയ്യാനും എളുപ്പമാക്കി. വഖഫ് ഭൂമി അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കി. ഭേദഗതിയിലെ മറ്റൊരു പ്രധാന വ്യവസ്ഥ വഖഫ് സ്വത്തുക്കളുടെ സർവേ നിർബന്ധമാക്കിയതാണ്. അനുചിതമായ ഡോക്യുമെന്റേഷൻ, അനധികൃത കൈമാറ്റം, അവയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ എന്നിവ കാരണം വർഷങ്ങളായി നിരവധി വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതിനാൽ ഇത് നിർണായകമായിരുന്നു. സംസ്ഥാന ഗവൺമെന്റുകളോട് സർവേകൾ നടത്താനും രേഖകൾ പതിവായി പുതുക്കാനും ആവശ്യപ്പെടുന്നതിലൂടെ വഖഫ് സ്വത്തുക്കളുടെ കൂടുതൽ സംഘടിതവും കൃത്യവുമായ ഡാറ്റാബേസ് സൃഷ്ടിക്കാനും നിയമവിരുദ്ധമായ അധിനിവേശങ്ങൾ തടയാനും മികച്ച മേൽനോട്ടം ഉറപ്പാക്കാനും ഭേദഗതി ലക്ഷ്യമിടുന്നു. വഖഫ് ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും ഭേദഗതിയിൽ അവതരിപ്പിച്ചു. പല വഖഫ് സ്വത്തുക്കളും ഗണ്യമായ വരുമാനമുണ്ടാക്കുന്നു. എന്നാൽ കെടുകാര്യസ്ഥത, അഴിമതി അല്ലെങ്കിൽ ശരിയായ മേൽനോട്ടത്തിന്റെ അഭാവം എന്നിവ കാരണം വഖഫ് എൻഡോമെന്റുകളുടെ പ്രാഥമിക ഗുണഭോക്താവായ മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിനായി ഫണ്ട് എല്ലായ്പ്പോഴും ഫലപ്രദമായി ഉപയോഗിച്ചില്ല. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ ശരിയായ സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കുന്നുണ്ടെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഈ വസ്തുവകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉദ്ദേശിച്ചവർ ജീവകാരുണ്യത്തിനും മതപരമായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ ഭേദഗതി കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കൂടാതെ നിർദ്ദിഷ്ട വ്യവസ്ഥകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വഖഫ് സ്വത്തുക്കൾ ഉപയോഗിക്കാൻ ഭേദഗതി അനുവദിച്ചു. റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തുടങ്ങിയ പൊതുപദ്ധതികൾക്ക് അത് വിലപ്പെട്ടതാക്കി മാറ്റുന്നതിനാൽ പല കേസുകളിലും സുപ്രധാന നഗരപ്രദേശങ്ങളിലൊന്ന് വഖഫ് ഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഇതൊരു നിർണായക ഘട്ടമായിരുന്നു. എന്നാൽ വഖഫിൻ്റെയും അതിൻ്റെ ഗുണഭോക്താക്കളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വഖഫ് ഭൂമി ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ഭേദഗതിയിൽ വ്യക്തമാക്കി. വഖഫ് ആസ്തികൾ സർക്കാരോ സ്വകാര്യ ഡെവലപ്പർമാരോ ഉചിതമായ റീഇംബേഴ്സ്മെൻ്റ് ഇല്ലാതെ അന്യായമായി ഏറ്റെടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും അതുവഴി വഖഫ് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത നിലനിർത്തുകയും ചെയ്തു. മൊത്തത്തിൽ വഖഫ് ഭേദഗതി ബില്ല് 2013 കയ്യേറ്റം, കെടുകാര്യസ്ഥത, സുതാര്യതയില്ലായ്മ തുടങ്ങിയ ദീർഘകാല പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് ഇന്ത്യയിലെ വഖഫ് ഭരണത്തെ നവീകരിക്കാനുള്ള ശ്രമമായിരുന്നു. വഖഫ് ബോർഡുകളെ ശാക്തീകരിക്കുക, നിർബന്ധിത സർവേകൾ നടപ്പിലാക്കുക, ഉത്തരവാദിത്വം ഉറപ്പാക്കുക, നഷ്ടപരിഹാരം ലഭിക്കുമ്പോൾ വഖഫ് ഭൂമി വികസനത്തിന് നിയന്ത്രിതമായി വിനിയോഗിക്കാൻ അനുവദിക്കുക എന്നിവയിലൂടെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനും അവർ ഉദ്ദേശിച്ച മതപരവും ജീവകാരുണ്യവുമായ ആവശ്യങ്ങൾ തുടർന്നും നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കാനും ഭേദഗതി ലക്ഷ്യമിടുന്നു. BJP നേതൃത്വത്തിലുള്ള സർക്കാർ നിർദ്ദേശിച്ച വഖഫ് ഭേദഗതി ബില്ല് 2025 ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിലും മേൽനോട്ടത്തിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു. വഖഫ് ബോർഡുകൾ നിയന്ത്രിക്കുന്ന ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സ്വത്താണ് വഖഫ് സ്വത്തുക്കൾ. ഈ ബോർഡുകളുടെ സ്വയംഭരണത്തെയും വഖഫ് ആസ്തികളുടെ മാനേജ്മെന്റിനെയും ബാധിക്കാനിടയുള്ളതിനാൽ നിർദ്ദിഷ്ട ഭേദഗതികൾ കാര്യമായി ചർച്ചകൾക്ക് തുടക്കമിട്ടു. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയതാണ് ബില്ലിലെ പ്രധാന മാറ്റങ്ങളിലൊന്ന്.
ഈ സ്ഥാപനങ്ങൾക്കുള്ളിൽ വൈവിധ്യവും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കാനാണ് ഈ നീക്കം. എന്നിരുന്നാലും ഈ ഉൾപ്പെടുത്തൽ ബോർഡുകളുടെ മതപരമായ സ്വഭാവത്തെ തുരങ്കം വയ്ക്കുമെന്നും സ്വന്തം എൻഡോമെന്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മുസ്ലിം സമുദായത്തിന്റെ സ്വാധീനം കുറയ്ക്കുമെന്നും വിമർശകർ വാദിക്കുന്നു. വഖഫാണോ സർക്കാർ ഭൂമിയാണോ എന്ന് നിർണ്ണയിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകുന്നതാണ് മറ്റൊരു സുപ്രധാന ഭേദഗതി. മുമ്പ് വഖഫ് ട്രൈബ്യൂണലുകളിൽ മാത്രമായിരുന്നു ഇത്തരം തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഈ അധികാരം എല്ലാ കളക്ടർമാർക്ക് കൈമാറുന്നതിലൂടെ തർക്കങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പരിഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും ഈ മാറ്റം പക്ഷാപാതത്തിനും വഖഫ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നതിനും ഇടയാക്കുമെന്ന് എതിരാളികൾ ഭയപ്പെടുന്നു. കാരണം ഈ സ്വത്തുക്കളുടെ മതപരവും സാംസ്കാരികവുമായ പ്രാധാന്യം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായും മനസ്സിലാകില്ല. പുതിയ വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷനും കർശനമായ നിയന്ത്രണങ്ങൾ ബില്ലിൽ നിർദ്ദേശിക്കുന്നു. വാക്കാലുള്ള പ്രഖ്യാപനങ്ങൾ അനുവദിക്കുന്ന നിലവിലെ രീതിക്ക് പകരമായി ഒരു വഖഫ് സ്ഥാപിക്കുന്നതിന് ഇത് വഖഫ്നാമ എന്നറിയപ്പെടുന്ന ഒരു ഔപചാരിക രേഖ ആവശ്യമാണ്. ദുരുപയോഗം തടയുന്നതിനും വഖഫ് ആസ്തികളുടെ ശരിയായ ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നതിനുമാണ് ഈ നടപടി ലക്ഷ്യമിടുന്നത്. ഇത് സുതാര്യത വർദ്ധിപ്പിക്കുമെങ്കിലും പുതിയ വഖഫുകൾ സ്ഥാപിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അധിക ബ്യൂറോക്രാറ്റിക് തടസ്സമായി ചിലർ ഇതിനെ കാണുന്നു. കൂടാതെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നിയമിക്കുന്ന ഓഡിറ്റർമാർ മുഖേന വഖഫ് സ്വത്തുക്കളുടെ നേരിട്ടുള്ള ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് നൽകിക്കൊണ്ട് വഖഫ് ബോർഡുകളുടെ സർക്കാർ മേൽനോട്ടം വർദ്ധിപ്പിക്കാൻ ബിൽ ശ്രമിക്കുന്നു. ഈ വ്യവസ്ഥ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നതിനും ബോർഡുകളിലെ അഴിമതി ആരോപണങ്ങൾ പരിഹരിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ്. എന്നിരുന്നാലും സർക്കാർ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നത് വഖഫ് ബോർഡുകളുടെ സ്വയംഭരണാധികാരത്തെ ഇല്ലാതാക്കുമെന്നും അവയുടെ പ്രവർത്തനങ്ങളിൽ അമിതമായ ബ്യൂറോക്രാറ്റിക് ഇടപെടലിന് കാരണമാകുമെന്നും വിമർശകർ വാദിക്കുന്നു. കൂടാതെ വാണിജ്യ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വഖഫ് സ്വത്തുക്കൾ തുറക്കാനും ബിൽ നിർദ്ദേശിക്കുന്നു. സാമ്പത്തിക വളർച്ചയ്ക്കായി വഖഫ് ആസ്തികൾ കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും ഇത്തരം സംഭവ വികാസങ്ങൾ വഖഫിന് യഥാർത്ഥ ചാരിറ്റി, മതപരമായ ഉദ്ദേശ്യങ്ങളെക്കാൾ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് ആശങ്കയുണ്ട്. ഇത് വിശുദ്ധ സ്വത്തുക്കളുടെ വാണിജ്യവൽക്കരണത്തിലേക്ക് നയിച്ചേക്കാം. ചുരുക്കത്തിൽ വഖഫ് ഭേദഗതി ബിൽ 2025 വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിൽ സുതാര്യത, കാര്യക്ഷമത, ഉൾക്കൊള്ളൽ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ മാറ്റങ്ങൾ അഴിമതി പരിഹരിക്കുമെന്നും മേൽനോട്ടം മെച്ചപ്പെടുത്തുമെന്നും സർക്കാർ വാദിക്കുമ്പോൾ വഖഫ് ബോർഡുകളുടെ സ്വയംഭരണാവകാശം തുരങ്കം വയ്ക്കുമെന്ന് അവരുടെ എൻഡോമെന്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മുസ്ലിം സമുദായത്തിൻ്റെ പങ്കിനെ പാർശ്വവൽക്കരിക്കുമെന്നും വഖഫ് ആസ്തികൾ ദുരുപയോഗം ചെയ്യുന്നതിനോ വാണിജ്യവൽക്കരിക്കുന്നതിലേക്കോ നയിക്കുമെന്ന് വിമർശകർ ഭയപ്പെടുന്നു. ബിൽ പാർലമെന്റിന്റെ ലോവർ ഹൗസ് പാസാക്കി ഉപരിസഭയിൽ ചർച്ചയ്ക്കായി കാത്തിരിക്കുകയാണ്. അവിടെ അതിലെ വ്യവസ്ഥകൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കും. ഭാരതീയ ജനതാ പാർട്ടി 1995 വഖഫ് നിയമത്തിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചായിരുന്നു. ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ അന്തർലീനമായ ഉദ്ദേശങ്ങളെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും വഴിയൊരുക്കി. വഖഫ് സ്വത്തുക്കളുടെ സുതാര്യത, കാര്യക്ഷമത, മികച്ച മാനേജ്മെന്റ് എന്നിവ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ പരിഷ്കരണമായ സർക്കാർ ബിൽ അവതരിപ്പിക്കുമ്പോൾ വിമർശകർ വാദിക്കുന്നത് ഈ ഭേദഗതികൾ വിശാല രാഷ്ട്രീയവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ നേടിയേക്കാം എന്നാണ്. പ്രതിപക്ഷ പാർട്ടികൾ, ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ, നിയമവിദഗ്ധർ എന്നിവരുൾപ്പെടെ വിവിധ തൽപര കക്ഷികൾ ഈ പരിഷ്കാരങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഭരണം കാര്യക്ഷമമാകുകയാണോ അതോ ആഴത്തിലുള്ള അജണ്ട അവർ മറച്ചുവെക്കുകയാണോ എന്ന് സംശയിക്കുന്നു. വഖഫ് സ്വത്തുക്കൾക്ക് മേലെയുള്ള കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള ഭയം, ന്യൂനപക്ഷ അവകാശങ്ങൾ ദുർബലപ്പെടുത്താനുള്ള സാധ്യത, തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ബിൽ പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത എന്നിവ ചില പ്രധാന വിമർശനങ്ങളിൽ ഉൾപ്പെടുന്നു. നിർദ്ദേശിത ഭേദഗതികൾ യഥാർത്ഥ പരിഷ്കരണത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ അതോ രാഷ്ട്രീയ സ്വാധീനം, സാമ്പത്തിക നിയന്ത്രണവും ഏകീകരിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് സൂക്ഷ്മ പരിശോധന ക്ഷണിക്കുന്നു. മുസ്ലിം മതപരവും ജീവകാരുണ്യ സ്വത്തുക്കളും നിറപ്പിക്കുന്നത് പ്രത്യേകിച്ച് വഖഫ് ഭൂമി, പ്രത്യേകിച്ച് ഇന്ത്യയിലെ BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യമോ സാമുദായികമോ ആയ ആവശ്യങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട ഭൂമിയോ സ്വത്തുക്കളോ ആണ് വഖഫ് സ്വത്തുക്കൾ. ഈ സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നത് വഖഫ് ബോർഡുകളാണ്. അവ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും മസ്ജിദുകൾ, ദർഗകൾ, മദ്രസകൾ, ശ്മശാനങ്ങൾ, മറ്റ് സാമൂഹിക വിഭാഗങ്ങൾ എന്നിവയുടെ പരിപാലനത്തിന് ഉത്തരവാദികളുമാണ്. വഖഫ് ബോർഡുകളുടെ അധികാരം ദുർബലപ്പെടുത്താനും ഈ സ്വത്തുക്കളുടെ മേലുള്ള മുസ്ലിംകളുടെ നിയന്ത്രണം കുറയ്ക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട്. പൊതുപദ്ധതികൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി വഖഫ് ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് എളുപ്പമാകുന്ന നിയമപരവും ഭരണപരവുമായ മാറ്റങ്ങളിലൂടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്.
ഈ മാറ്റങ്ങൾ വസ്തുവകകളുടെ നിയമപരമായ നിലയെ ബാധിക്കുക മാത്രമല്ല, മതപരവും സാംസ്കാരികവുമായ പൈതൃകങ്ങളുടെ സംരക്ഷണത്തെ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് ആശങ്ക. വഖഫ് ഭൂമിയുടെ പലപ്പോഴും ചരിത്രപരവും മതപരവുമായ പ്രാധാന്യമുള്ളവയാണ്. അവ സർക്കാർ ഏറ്റെടുക്കുന്നത് അർത്ഥമാക്കുന്നത് പള്ളികൾ, ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നഷ്ടപ്പെടുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യും. ഈ മാറ്റങ്ങൾ വ്യത്യസ്ത സമുദായങ്ങളിലുടനീളം മതപരമായ സ്വത്തുക്കൾക്ക് പോലെ ബാധകമായേക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. വികസന പദ്ധതികൾക്കായി വഖഫ് ഭൂമി ഏറ്റെടുക്കാമെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങളുടെയോ ക്രിസ്ത്യൻ പള്ളികളുടെയോ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളുടെ കാര്യത്തിൽ സമാനമായ നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് വിമർശകരുടെ ചോദ്യം. ഇത് നീതിയെക്കുറിച്ചും അത്തരം നയങ്ങൾ മുസ്ലിംകളെ അനുപാതികമായി ബാധിക്കുമോ എന്നും ആശങ്ക ഉയർത്തുന്നു. സാമ്പത്തിക വശവും നിർണായകമാണ്. പല വഖഫ് സ്വത്തുക്കളും വരുമാനമുണ്ടാക്കുന്നു, അത് സമൂഹ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അന്തസ്ഥിതിക മുസ്ലിങ്ങൾക്കുള്ള സാമൂഹിക സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ. ഈ ഭൂമി എടുത്തു കളഞ്ഞാൽ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തെ കൂടുതൽ പാർശ്വവൽക്കരിക്കുകയും സമൂഹത്തിന് സുപ്രധാനമായ സാമ്പത്തിക സഹായം നഷ്ടപ്പെടുകയും ചെയ്യും. ആധുനികവൽക്കരണം, ഭൂമിയുടെ മെച്ചപ്പെട്ട വിനിയോഗം, വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം തടയൽ എന്നിവയാണ് ഈ സർക്കാർ നയങ്ങളെ പിന്തുണയ്ക്കുന്നവർ ലക്ഷ്യമിടുന്നതെന്ന് വാദിക്കുന്നു. എന്നിരുന്നാലും ദീർഘകാല സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന തങ്ങളുടെ മതപരവും ജീവകാരുണ്യവുമായ സ്ഥാപനങ്ങൾക്ക് മേൽ മുസ്ലിം സ്വയംഭരണാധികാരം പരിമിതപ്പെടുത്താനുള്ള ശ്രമത്തെ ഈ ന്യായീകരണങ്ങൾ മറയ്ക്കുന്നതായി എതിരാളികൾ വിശ്വസിക്കുന്നുണ്ട്. സാരാംശത്തിൽ ഈ പ്രശ്നം ഭൂമിയെക്കുറിച്ചല്ല, അധികാരം, സ്വത്വം, ഒരു സമുദായത്തിൻ്റെ ചരിത്രപരവും മതപരവുമായ പൈതൃകത്തിൻ്റെ സംരക്ഷണം എന്നിവയെക്കുറിച്ചാണ്. ബില്ലിലൂടെ വഖഫ് സ്വത്തുക്കളുടെ സ്വകാര്യവൽക്കരണവും വാണിജ്യവൽക്കരണവും പരമ്പരാഗതമായി മതപരവും ജീവകാരുണ്യവും സാമൂഹികവുമായ ആവശ്യങ്ങൾക്കായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഭൂമികളിൽ ഗണ്യമായ കോർപ്പറേറ്റ് ഇടപെടലിന് ഇടയാക്കും. വികസനത്തിന് മറവിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനുള്ള ഒരു വഴി ബിൽ തുറന്നേക്കാം. ഇത് അവരുടെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് വാണിജ്യ ഉപയോഗത്തിലേക്ക് മാറുന്നതിന് കാരണമാകും. വഖഫ് ഭൂമി ചരിത്രപരമായി പ്രത്യേക സമുദായങ്ങളുടെ പ്രയോജനത്തിനായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പള്ളികൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മറ്റ് സാമൂഹിക സേവനങ്ങൾ എന്നിവയ്ക്ക് വിഭാഗങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും സ്വകാര്യവൽക്കരണം സംഭവിക്കുകയാണെങ്കിൽ ഈ ഭൂമികൾ ഇനി അവരുടെ ഉദ്ദേശം നിറവേറ്റില്ല. പകരം സ്വകാര്യ ബിസിനസ് സംരംഭങ്ങൾക്കായി പുനർനിർമ്മിക്കാം. സാമ്പത്തിക വളർച്ചയുടെ വാഗ്ദാനങ്ങളുടെ ആധുനികവൽക്കരണത്തിൻ്റെയോ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെയോ പേരിൽ ഈ മാറ്റം സംഭവിക്കാം. എന്നാൽ യഥാർത്ഥ ഗുണഭോക്താക്കൾ ഈ ഭൂമിയിൽ ആശ്രയിക്കുന്ന സമൂഹങ്ങളെക്കാൾ സ്വകാര്യ കോർപ്പറേഷനുകളായിരിക്കാം. റെയിൽവേ, പ്രതിരോധം, പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള പ്രവണത പ്രത്യേകിച്ച് BJPയുടെ കീഴിലുള്ള സർക്കാർ പ്രകടമാക്കിയിട്ടുണ്ട്. വഖഫ് ഭൂമികൾ സമാനമായ നയങ്ങൾക്ക് കീഴിലാണെങ്കിൽ ആസ്തികൾക്ക് മേലുള്ള ഭരണകൂടത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ നിയന്ത്രണം കുറയ്ക്കുകയും അവ സ്വകാര്യ കൈകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നതിനുള്ള വിശാലമായ അജണ്ടയുടെ ഭാഗമായി അത് കാണാനാകും. സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും പൊതു അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങൾ പരമ്പരാഗതമായി കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ സർക്കാർ മേൽനോട്ടം കുറയ്ക്കുന്നതിനുമുള്ള പാർട്ടിയുടെ ചരിത്രപരമായ സമീപനവുമായി ഇത് യോജിക്കും. വഖഫ് ഭൂമികൾ വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് കീഴിലായി കഴിഞ്ഞാൽ അവ അവരുടെ യഥാർത്ഥ ചാരിറ്റി, മതപരമായ ആവശ്യങ്ങൾക്കായി തുടർന്നും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നതാണ് പ്രധാന ആശങ്കകളിലൊന്ന്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ലാഭത്തിന് മുൻഗണന നൽകുന്നു. ഈ ഭൂമിയുടെ മേൽ നിയന്ത്രണം നൽകിയാൽ ആഡംബര ഭവനങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ അല്ലെങ്കിൽ ഓഫീസ് സമുച്ചയങ്ങൾ എന്നിവയായി ഇവ വികസിപ്പിച്ചേക്കാം. അവ ഉയർത്തിപ്പിടിക്കാൻ ഉദ്ദേശിക്കുന്ന സാമൂഹികവും മതപരവുമായ പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തുന്നു. കൂടാതെ താങ്ങാനാവുന്ന ഭവനങ്ങൾ, വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി വഖഫ് ഭൂമി ആശ്രയിക്കുന്ന സമൂഹങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ഏറ്റെടുത്താൽ കുടിയിറക്കം നേരിടേണ്ടി വരും. സ്വകാര്യവൽക്കരണ പ്രക്രിയ പലപ്പോഴും നഷ്ടപരിഹാരത്തിൻ്റെയോ ബദൽ ക്രമീകരണങ്ങളുടെയോ വാഗ്ദാനങ്ങളോടെയാണ് വരുന്നത്. എന്നാൽ മിക്ക കേസുകളിലും ഈ പരിഹാരങ്ങൾ വഖഫ് സ്വത്തുക്കൾ നൽകുന്ന യഥാർത്ഥ ആനുകൂല്യങ്ങൾക്ക് പകരം വയ്ക്കുന്നില്ല. ആത്യന്തികമായി ബിൽ വഖഫ് ഭൂമികളിലേക്കുള്ള കോർപ്പറേറ്റ് പ്രവേശനം സുഗമമാക്കുകയാണെങ്കിൽ അത് ചരിത്രപരവും മതപരവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങളെക്കാൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. വികസനവും ആധുനികവൽക്കരണവും പ്രധാനമാണെങ്കിലും വഖഫ് ഭൂമികളുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനോ സമുദായങ്ങൾക്ക് അവയുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനോ വേണ്ടി വരരുത്. മുസ്ലിം മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിശാലമായ രാഷ്ട്രീയ തന്ത്രമാണ് വഖഫ് സ്വത്തുക്കൾക്ക് മേലുള്ള സർക്കാർ നിയന്ത്രണ പ്രശ്നം പലരും കാണുന്നത്.
മദ്രസകൾ, പള്ളികൾ, വിവിധ സാമൂഹിക ക്ഷേമ സംരംഭങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതിൽ വഖഫ് സ്വത്തുക്കൾ ചരിത്രപരമായി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്യുന്ന ഈ സ്വത്തുക്കൾ സമൂഹത്തിൻ്റെ ദീർഘകാല താൽപ്പര്യങ്ങൾക്കായി സ്വയം നിലനിർത്താൻ പാടുപെടുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരത പ്രദാനം ചെയ്യുന്നതാണ്. ഈ സ്വത്തുക്കളുടെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ധനസഹായത്തിനായി വഖഫ് എൻഡോമെൻറ്റുകളെ ആശ്രയിക്കുന്ന പല മദ്രസകളും സാമ്പത്തികമായി ഞെരുക്കത്തിലായേക്കാം. മദ്രസകൾ മതവിദ്യാഭ്യാസം മാത്രമല്ല, സൗജന്യ വിദ്യാഭ്യാസം, താമസം, ഭക്ഷണം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് പഠന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. വഖഫ് സ്വത്തുക്കളുടെ സ്ഥിരമായ സാമ്പത്തിക പിന്തുണയില്ലാതെ ഈ സ്ഥാപനങ്ങൾക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ പാടുപെടും. ഇത് സമൂഹത്തിനുള്ളിലെ മതപരവും പരമ്പരാഗതവുമായ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചേക്കാം. വഖഫ് ഫണ്ടുകളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്ന പള്ളികൾക്കും സമാനമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പല പള്ളികളും ഈ വിഭാഗങ്ങൾ അവരുടെ പരിപാലനത്തിനും നവീകരണത്തിനും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനും ചാരിറ്റി പ്രോഗ്രാമുകൾ നടത്താനും പണ്ഡിതന്മാരെയും ഇമാമുമാരെയും പിന്തുണയ്ക്കാനും ഉപയോഗിക്കുന്നു. ഈ വസ്തുക്കളുടെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ അവശ്യ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം കുറയുമെന്ന് അപകട സാധ്യതയുണ്ട്. ഇത് ഈ മതപരമായ ഇടങ്ങളും അവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും പരിപാലിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. മതസ്ഥാപനങ്ങൾക്കപ്പുറം വഖഫ് സ്വത്തുക്കൾ പരമ്പരാഗതമായി ആശുപത്രികൾ, അനാഥാലയങ്ങൾ, കേന്ദ്രത്തിലുള്ള പാർപ്പിടം തുടങ്ങിയ വിപുലമായ സാമൂഹിക ക്ഷേമ സംഘടനകൾക്കായി ഉപയോഗിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പലതും വഖഫ് ഭൂമിയിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. സർക്കാർ ഇടപെടൽ ഈ ക്ഷേമ പരിപാടികളെ തടസ്സപ്പെടുത്തുകയും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അംഗങ്ങളിൽ നിർണായക പിന്തുണയില്ലാതെയാക്കുകയും ചെയ്യും. കൂടാതെ ഇത്തരം ഒരു നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ പ്രേരണ ആശങ്കാജനകമാണ്. വഖഫ് സ്വത്തുക്കളുടെ മേലുള്ള നിയന്ത്രണം സർക്കാരിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് മുസ്ലിം മതകാര്യങ്ങളിലും ബ്യൂറോക്രാറ്റിക് ഇടപെടൽ വർദ്ധിക്കും. രാഷ്ട്രീയാധികാരികൾക്ക് ദാതാക്കളുടെ യഥാർത്ഥ ഉദ്ദേശവുമായി പൊരുത്തപ്പെടാത്ത രീതിയിൽ ഈ ആസ്തികൾ തിരഞ്ഞെടുത്തത് വിതരണം ചെയ്യാനോ പുനർനിർമ്മിക്കാനോ കഴിയുമെന്ന് ഭയമുണ്ട്. ഇത് മതപരവും ജീവകാരുണ്യവുമായ കാര്യങ്ങളിൽ സ്വയം ഭരണം നടത്താനുള്ള കമ്മ്യൂണിറ്റിയുടെ കഴിവിനെ ദുർബലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം. അത് എല്ലായ്പ്പോഴും ആനുകൂലമല്ലാത്ത സംസ്ഥാന നയങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നു. വലിയ സാഹചര്യത്തിൽ മുസ്ലിം സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം വെട്ടിക്കുറയ്ക്കാനും അവയുടെ സ്വാധീനം കുറയ്ക്കാനുമുള്ള ചിട്ടയായ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. ഈ സ്ഥാപനങ്ങളെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വെട്ടിക്കുറച്ച് ദുർബലപ്പെടുത്തുന്നത് സമൂഹത്തിന് അതിൻ്റെ അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിനും അതിൻ്റെ സാംസ്കാരികവും മതപരവുമായ പൈതൃകം നിലനിർത്തുന്നതിനും മതസംഘടനകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത പരിമിതപ്പെടുത്തുന്നതിലൂടെ ഭരണകൂടത്തിന് അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നേടാനാകും. രാഷ്ട്രീയ താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്ന രീതിയിൽ ആശയം രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ വഖഫ് സ്വത്തുക്കളിൽ സർക്കാർ ഇടപെടലുന്നത് നിയമപരമോ ഭരണപരമോ ആയ വിഷയമല്ല, മറിച്ച് ആഴത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. മുസ്ലിം സമുദായത്തിന് സാമൂഹികവും മതപരവും വിദ്യാഭ്യാസപരവുമായ ഘടനയെ തകർക്കാൻ ഇതിന് സാധ്യതയുണ്ട്. ഇത് മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നു. ഹിന്ദു ദേശീയ വികാരങ്ങളുമായി ഒത്തുചേരുന്നതിന് പേരുകേട്ട ഭാരതീയ ജനതാ പാർട്ടി പലപ്പോഴും തങ്ങളുടെ പ്രധാന വോട്ടർ അടിത്തറയെ ആകർഷിക്കുന്ന നയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വഖഫ് സ്ഥാപനങ്ങളുടെ സ്വാധീനം കുറയ്ക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു സമീപനം. അങ്ങനെ ചെയ്യുന്നതിലൂടെ വഖഫ് സ്വത്തുക്കൾ മുസ്ലിം സമുദായത്തിന് നൽകിയിട്ടുള്ള പ്രത്യേക പദവികൾ അന്യായമായ നേട്ടമായി കണക്കാക്കുന്ന വലതുപക്ഷ ഹിന്ദു രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെ ആശങ്കകളോട് പ്രതികരിക്കാൻ BJPക്ക് കഴിയും. ഇന്ത്യയിലുടനീളമുള്ള വഖഫ് ബോർഡുകൾ നിയന്ത്രിക്കുന്ന ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി സംഭാവന ചെയ്ത ഭൂമിയോ സ്വത്തുക്കളോ ആണ് വഖഫ് സ്വത്തുക്കൾ. ഈ സ്വത്തുക്കളിൽ പലപ്പോഴും പള്ളികൾ, മദ്രസകൾ, സെമിത്തേരികൾ, മറ്റ് സാമൂഹികക്ഷേമ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അവ നിയമപരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അസാധാരണമായ സാഹചര്യത്തിലല്ലാതെ അവരുടെ ഉടമസ്ഥാവകാശം കൈമാറാനോ വിൽക്കാനോ പുനർനിർമ്മിക്കാനോ കഴിയില്ല. എന്നിരുന്നാലും ഹിന്ദു ദേശീയവാദ ഗ്രൂപ്പുകൾ ഈ വ്യവസ്ഥയെ സംശയത്തോടെയാണ് കാണുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് പൊതുഭൂമിയുടെയും വിഭവങ്ങളുടെയും അനുപാതികമല്ലാതെ വിഹിതം നൽകുന്നുവെന്ന് വാദിക്കുന്നു. ചില മേഖലകളിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്ന എന്ന വിശാലമായ ധാരണയിൽ നിന്നാണ് ഈ വിശ്വാസം ഉടലെടുത്തത്. ഇത് ചരിത്രപരമായ അനീതികൾ തിരുത്താനുള്ള BJPയുടെ വലിയ പ്രത്യയശാസ്ത്ര വിവരണവുമായി യോജിക്കുന്നു. വഖഫ് ബോർഡുകളിൽ സ്വാധീനം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് നിയമ ഭേദഗതികളിലൂടെയോ കർശനമായ നിയന്ത്രണങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഈ സ്വത്തുക്കളിൽ ചിലത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളിലൂടെയോ BJP സ്വയം ഹിന്ദു താൽപ്പര്യങ്ങളുടെ സംരക്ഷകനായി നിലകൊള്ളുന്നു.
ഈ നീക്കം പൊതുഭൂമി ഒരു മതസമൂഹത്തിന് വേണ്ടി നിഷ്പക്ഷമാകരുതെന്ന് വിശ്വസിക്കുന്ന വലതുപക്ഷ ഗ്രൂപ്പുകളോടുള്ള അതിൻ്റെ അഭ്യർത്ഥനയെ ശക്തിപ്പെടുത്തുന്നു. ഹിന്ദു മത സ്ഥാപനങ്ങൾക്ക് സമാനമായ നിയമപരിരക്ഷ ലഭിക്കുന്നില്ലെന്നും കൂടുതൽ സർക്കാർ ഇടപെടൽ നേരിടേണ്ടി വരുമെന്നും ഈ ഗ്രൂപ്പുകളിൽ പലരും വാദിക്കുന്നു. വഖഫ് സമ്പ്രദായം ഒരു അസന്തുലിതാവസ്ഥയായി തോന്നുന്നു. ഹിന്ദു ആശങ്കകൾക്ക് മുൻഗണന നൽകുന്ന ഒരു പാർട്ടിയായി സ്വയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കുക എന്ന BJPയുടെ വിശാലമായ രാഷ്ട്രീയ പ്ലേ ബുക്കിലും ഈ തന്ത്രം യോജിക്കുന്നു. വർഷങ്ങളായി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ മതപരമായ സ്വത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹിന്ദു വോട്ടർമാർക്കിടയിൽ പിന്തുണ ശക്തിപ്പെടുത്താൻ ഉപയോഗിച്ചു. വഖഫ് സ്ഥാപനങ്ങളുടെ പങ്ക് കുറയ്ക്കുന്നത് ഈ പ്രവണതയുമായി യോജിക്കുന്നു. കാരണം ഇത് ഇന്ത്യയുടെ ഭരണം പ്രാഥമികമായി ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി രൂപപ്പെടുത്തണമെന്ന വികാരത്തെ ടാപ്പു ചെയ്യുന്നു. ആഴത്തിലുള്ള തലത്തിൽ മതപരവും ദേശീയവുമായ രാഷ്ട്രീയത്തെ സമന്വയിപ്പിക്കുക എന്ന BJPയുടെ ദീർഘകാല ലക്ഷ്യവും ഇത് സഹായിക്കുന്നു. വഖഫ് ബോർഡുകളുടെ നിയമസാധുതയോ ആവശ്യകതയോ ചോദ്യം ചെയ്യുന്നതിലൂടെ മതന്യൂനപക്ഷങ്ങൾക്കായി ഇന്ത്യയുടെ ഭരണം പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കേണ്ടതില്ലെന്ന ആശയത്തെ പാർട്ടി പരോക്ഷമായി ശക്തിപ്പെടുത്തുന്നു. മതന്യൂനപക്ഷങ്ങൾ പ്രത്യേക സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതിനു പകരം മുഖ്യധാരയിലേക്ക് സമന്വയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കൂടുതൽ കേന്ദ്രീകൃതമായ ഹിന്ദു ആദ്യ ദേശീയ സ്വത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രതിനിധീകരിക്കുന്ന വോട്ടർമാരെ അണിനിരത്താൻ ഇത് സഹായിക്കുന്നു. എന്നിരുന്നാലും ഈ നടപടിയും വൻ വിവാദത്തിന് ഇടയാക്കുന്നു. വഖഫ് സ്വത്തുക്കൾ ഒരു പ്രത്യേക അവകാശമല്ലെന്നും നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മതപരവും ജീവകാരുണ്യവുമായ സംഭാവനകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണെന്നും പലരും വാദിക്കുന്നു. വഖഫ് വിഷയങ്ങളിൽ സർക്കാർ നടത്തുന്ന ഇതൊരു ഇടപെടലും ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാക്കാനും മുസ്ലിം മതപരവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന സ്ഥാപന ചട്ടക്കൂടിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമായാണ് കാണുന്നത്. കൂടാതെ നിയമപരമായ വെല്ലുവിളികളും മുസ്ലിം സംഘടനകളിൽ നിന്നുള്ള എതിർപ്പും കാര്യമായ തള്ളൽ കൂടാതെ വഖഫ് സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ആത്യന്തികമായി വഖഫിൻ്റെ സ്വാധീനം കുറയ്ക്കുക എന്നത് ഒരു നയപരമായ തീരുമാനമല്ല, ഹിന്ദു ദേശീയവാദ പിന്തുണ ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ്. വഖഫ് സ്വത്തുക്കൾ കാലഹരണപ്പെട്ടതോ അന്യായമായതോ ആയ സംവിധാനമായി രൂപപ്പെടുത്തുന്നതിലൂടെ പ്രത്യേക പദവികളെ വെല്ലുവിളിക്കാനും എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന എന്ന് വിളിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും തയ്യാറുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ BJP അതിൻ്റെ പ്രതിച്ഛായ ശക്തിപ്പെടുത്തുന്നു. എന്നിരുന്നാലും ഇത്തരം നീക്കങ്ങൾ തുല്യതയെ കുറിച്ചില്ലെന്നും ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നില്ലാണെന്നും വിമർശകർ വാദിക്കുന്നു. ഇവിടെ ന്യൂനപക്ഷ സംരക്ഷണത്തേക്കാൾ ഹിന്ദു ഭൂരിപക്ഷത്തിന് താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ സെലക്റ്റീവ് ടാർഗറ്റ് ചെയ്യലിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നം ഹിന്ദുമത ട്രസ്റ്റുകളോ ക്ഷേത്രങ്ങളോ പലപ്പോഴും പരിശോധിക്കപ്പെടാതെ പോകുമ്പോൾ ഭൂമി അസറ്റ് മാനേജ്മെൻറ്റ് നയങ്ങളിലെ നീതിയെയും സ്ഥിരതയെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇസ്ലാമിക നിയമത്തിൽ വേരൂന്നിയ വഖഫ് എന്നത് മതപരമോ ജീവകാരുണ്യപരമോ പൊതു ആവശ്യങ്ങൾക്കോ വേണ്ടി സംഭാവന ചെയ്തതോ സമർപ്പിക്കപ്പെട്ടതോ ആയ സ്വത്തുക്കളെ സൂചിപ്പിക്കുന്നു. അവ നിയന്ത്രിക്കുന്നത് ബോർഡുകളോ ട്രസ്റ്റുകളോ ആണ്. ഭൂമി, കെട്ടിടങ്ങൾ, ആസ്തികൾ എന്നിവ ഉൾപ്പെടുന്ന ഈ സ്വത്തുക്കൾ വ്യക്തിപരമായി നേട്ടത്തിനല്ല, മറിച്ച് മതസ്ഥാപനങ്ങൾ, ചാരിറ്റികൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയെ പിന്തുണയ്ക്കുന്നത് പോലെയുള്ള സമൂഹത്തിന് ക്ഷേമത്തിന് വേണ്ടിയാണ്. മറുവശത്ത് ഹിന്ദുമത ട്രസ്റ്റുകളും ക്ഷേത്രങ്ങളും ഗണ്യമായ അളവിലുള്ള ഭൂമിയും സമ്പത്തും നിയന്ത്രിക്കുന്നു. ഈ ട്രസ്റ്റുകളിൽ പലതും ക്ഷേത്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക സേവനങ്ങൾ എന്നിവയുടെ ഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും അത്തരം സ്വത്തുക്കളുടെ മാനേജ്മെൻറ്റ് പൊതുവും സ്വകാര്യവുമായ ഭരണരീതികൾക്കൊപ്പം കൂടുതൽ വൈവിധ്യപൂർണ്ണമായിരിക്കും. സമീപ വർഷങ്ങളിൽ വഖഫ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ വിവിധ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഹിന്ദുമത ട്രസ്റ്റുകൾക്ക് സമാനമായതോ അതിലും വലിയതോ ആയ സമ്പത്തും ഭൂമിയും കൈവശം വെച്ചിരിക്കാമെങ്കിലും അതേ തരത്തിലുള്ള സൂക്ഷ്മ പരിശോധന സ്ഥിരമായി ബാധകമല്ല. ഈ പൊരുത്തക്കേട് നയരൂപീകരണത്തിൽ സാധ്യമായ പക്ഷപാതത്തെക്കുറിച്ചുള്ള ആശങ്കകളിലേക്ക് നയിക്കുന്നു. ഭൂപരിഷ്കരണവും സ്വത്ത് ചട്ടങ്ങളും പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു വിഭാഗത്തെ അനുപാതികമല്ലാത്ത വിധത്തിൽ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഈ നയങ്ങളുടെ ന്യായം സംശയാസ്പദമാകും. കയ്യേറ്റമോ അഴിമതിയോ പോലുള്ള പ്രശ്നങ്ങൾക്കായി വഖഫ് സ്വത്തുക്കൾ പലപ്പോഴും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകാറുണ്ട്. എന്നാൽ ഹിന്ദുമത സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിശാലമായ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും സമാനമായ സുതാര്യതയോ മേൽനോട്ടമോ അപൂർവമായി മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. ഈ തിരഞ്ഞെടുക്കപ്പെട്ട സമീപനം വഖഫ് സ്വത്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സത്യസന്ധത ഉറപ്പുവരുത്തുന്നതാണോ അതോ മറ്റ് രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രപരമോ ആയ പ്രചോദനങ്ങളാൽ നയിക്കപ്പെടുന്നതാണോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. കൂടാതെ ഇന്ത്യയിലെ മതസ്ഥാപനങ്ങളുടെ വ്യത്യസ്തമായ പെരുമാറ്റം ആഴത്തിലുള്ള ചരിത്രപരവും സാമൂഹികവുമായ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മുതൽ ഹിന്ദു മുസ്ലിം മതസ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഭരണകൂടം
എന്നാൽ ഇടപെടലിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും നിലവാരം വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, പല സംസ്ഥാന ഗവൺമെൻറ്റുകളും ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ട്രസ്റ്റുകളുടെയും നടത്തിപ്പിനെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ഷേത്ര ഫണ്ടുകളുടെയും പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഉൾപ്പെടെ വഖഫ് സ്വത്തുക്കൾ മുസ്ലിം മതനേതാക്കളുടെ നിയന്ത്രണത്തിലാണ്. എന്നിരുന്നാലും ഈ ഇടപെടലുകൾ പലപ്പോഴും വ്യതിചലിക്കുന്നതായി കാണപ്പെടുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ ചില മേഖലകളിൽ കർശനമായി നിയന്ത്രണങ്ങൾ നേരിടുന്നു. വഖഫ് സ്വത്തുക്കൾക്ക് വേണ്ടത്ര ശ്രദ്ധയോ പരിശോധനയോ ലഭിക്കുന്നില്ല. ഈ പൊരുത്തക്കേട് നയങ്ങൾ തുല്യമായി പ്രയോഗിക്കുന്നുണ്ടോ അതോ ചില മതവിഭാഗങ്ങളെ അന്യായമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന പ്രശ്നം. ഭൂപരിഷ്കരണങ്ങൾ യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാനും സാമൂഹിക നീതി പ്രോത്സാഹിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എല്ലാ മതസ്ഥാപനങ്ങൾക്കും അവരുടെ വലിപ്പമോ വിശ്വാസമോ സമൂഹമോ പരിഗണിക്കാതെ പൂർണ്ണമായി ബാധകമാക്കാം. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭൂമിയുടെ പരിപാലനത്തെക്കുറിച്ചല്ല, മറിച്ച് നിയമത്തിൻ്റെ മുമ്പിലുള്ള സമത്വത്തിൻ്റെ വിശാലമായ ചോദ്യത്തെക്കുറിച്ചാണ്. യഥാർത്ഥമായി ഉൾക്കൊള്ളുന്ന സമീപനം എല്ലാ മതസ്ഥാപനങ്ങളുടെയും ന്യായമായ വിലയിരുത്തൽ ആവശ്യപ്പെടും. ഭൂമിയും വിഭവങ്ങളും പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നു, ഒരു വിഭാഗം അനുപാതികമായി ബാധിക്കപ്പെടാതെ. ചുരുക്കത്തിൽ, ഹിന്ദുമത ട്രസ്റ്റുകൾ പലപ്പോഴും അവഗണിക്കപ്പെടുമ്പോൾ വഖഫ് സ്വത്തുക്കളുടെ തിരഞ്ഞെടുത്ത സൂക്ഷ്മ പരിശോധന അസമത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള ഭൂപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യം പക്ഷപാതപരമായ പ്രയോഗത്താൽ മറയ്ക്കപ്പെടുന്ന നയങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിൽ ഒരു പോരായ്മയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. നിർവ്വഹണത്തിലും നിയന്ത്രണത്തിലുമുള്ള ഇത്തരം അസമത്വങ്ങൾ പിരിമുറുക്കങ്ങൾക്ക് ആക്കം കൂട്ടുകയും രാജ്യത്തെ മതപരമായ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ സമത്വവും സുതാര്യതയുമായ സമീപനത്തിൻ്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. 2025 വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ സാമൂഹിക നിയമ മേഖലകളിൽ സുപ്രധാനമായ ചർച്ചകൾക്ക് തുടക്കമിടാൻ സാധ്യതയുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിൽ മികച്ച നിയന്ത്രണത്തിനും സുതാര്യതയ്ക്കും ഭരണത്തിനും വേണ്ടിയുള്ള നീക്കമായി സർക്കാർ ഇതിനെ അവതരിപ്പിക്കുമെങ്കിലും മുസ്ലിം സ്വത്തുക്കളിൽ കൂടുതൽ നിയന്ത്രണം ചെലുത്താനുള്ള ഒരു മറപിടിച്ച ശ്രമമാണിതെന്ന് വിമർശകർ വാദിക്കുന്നു. ബില്ലിലെ വ്യവസ്ഥകൾ ഒന്നുകിൽ കെടുകാര്യസ്ഥതയും അഴിമതിയും പരിഹരിക്കുന്നതിന് ആവശ്യമായ പരിഷ്കാരങ്ങളെയോ അല്ലെങ്കിൽ വഖഫ് സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരത്തെ തുരങ്കം വയ്ക്കുന്ന ലക്ഷ്യത്തോടെയുള്ള ശ്രമങ്ങളെയോ കാണാം. ഇത് മതപരവും സ്വത്തവകാശവുമായ ലംഘനത്തെ ഭയപ്പെടുന്ന കമ്മ്യൂണിറ്റി നേതാക്കൾ, നിയമവിദഗ്ധർ, പൗരാവകാശ പ്രവർത്തകർ എന്നിവരിൽ നിന്ന് ശക്തമായ ചെറുത്തുനിൽപ്പ് ഇടയാക്കും. കൂടാതെ ബില്ലിൻ്റെ ഭരണഘടനാ സാധുതയും ന്യൂനപക്ഷ അവകാശ സംരക്ഷണങ്ങളുമായുള്ള അതിൻ്റെ വിന്യാസത്തെയും ചോദ്യം ചെയ്യുന്ന നിയമപരമായ വെല്ലുവിളികൾ ഉയർന്നേക്കാം. നിയമമണ്ഡലത്തിനപ്പുറം ബില്ലിന് കാര്യമായ സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഉണ്ടായേക്കാം. ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുടെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും വർദ്ധിച്ചേക്കാം. ഇത് കമ്മ്യൂണിറ്റികൾക്കിടയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. ഇന്ത്യയിലെ മതപരവും സ്വത്തുമായി ബന്ധപ്പെട്ടതുമായ പ്രശ്നങ്ങളെ ഇതിനകം സെൻസിറ്റീവ് സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു നീക്കം സാമൂഹിക ധ്രുവീകരണത്തെ കൂടുതൽ ആഴത്തിലാക്കുകയും മതേതരത്വം, ന്യൂനപക്ഷ അവകാശങ്ങൾ, മതപരമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടൽ എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ സമാധാനങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്യും. ആത്യന്തികമായി 2025 വഖഫ് ഭേദഗതി ബില്ലിൻ്റെ സ്വാധീനം, അതിൻ്റെ പ്രത്യേക വ്യവസ്ഥകൾ നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ സമീപനം, ബാധിക സമുദായങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്നിവയെക്കുറിച്ച് ആശ്രയിച്ചിരിക്കും. സുതാര്യതയോടെയും എല്ലാവരുടെയും ഉൾക്കൊള്ളുന്ന സംഭാഷണത്തിലൂടെയും കൈകാര്യം ചെയ്താൽ ഇത് നല്ല പരിഷ്കാരങ്ങൾക്ക് ഇടയാക്കും. എന്നിരുന്നാലും മതപരവും സാമുദായികവുമായ സ്വത്തുക്കളുടെ മേലുള്ള കടന്നുകയറ്റമായി കണക്കാക്കപ്പെട്ടാൽ ഇത് ദീർഘകാല നിയമപരവും സാമൂഹികവുമായ സംഘർഷങ്ങളിൽ കലാശിക്കും.